ഈശോയിലേറ്റവും പ്രിയമുള്ളവരെ, പിറവിക്കാലം 1-ാം ഞായറാഴ്ചയിലേക്ക് നാം കടക്കുമ്പോൾ രക്ഷകനായ ഈശോമിശിഹായുടെ തിരുപ്പിറവി ലോകം മുഴുവനെയും സന്തോഷിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് എന്ന വസ്തുത നമ്മൾ ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥവചനങ്ങളിലൂടെ ശ്രവിക്കുകയാണ്. ബേത്ലഹേമിൽ ജനിച്ച രാജാധിരാജനായ ഈശോ ലോകം മുഴുവനെയും തന്നിലേക്ക് ആകർഷിക്കുന്നു. ദൈവദൂതന്മാർ സ്വർഗത്തിൽ ആനന്ദഗീതം പൊഴിക്കുന്നു. ഭൂമിയിൽ പാവപ്പെട്ടവരായ ആട്ടിടയന്മാർ അവിടുത്തെ അടുക്കലേക്ക് ഓടിയെത്തുന്നു. പ്രപഞ്ചം മുഴുവൻ്റെ നാഥനായ അവിടുത്തെ വരവിനെ അറിയിച്ചുകൊണ്ട് ആകാശത്തെ നക്ഷത്രങ്ങൾ, പ്രത്യേകിച്ച് ഈശോയുടെ ആ നക്ഷത്രം കിഴക്ക് ഉദിക്കുന്നു. ലോകം മുഴുവനെയും അവിടുന്ന് തന്നിലേക്ക് ആകർഷിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കിഴക്ക് നിന്നുള്ള ജ്ഞാനികൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു. അങ്ങനെ ഈശോയുടെ ബേത്ലഹേമിലെ ഈശോ ജനിച്ച ആ സ്ഥലം ലോകം മുഴുവനും ആകർഷിക്കുന്ന ഒരു സ്ഥലമായി മാറുകയാണ്. ഇന്നത്തെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കിഴക്ക് നിന്നുള്ള പൗരസ്ത്യ ദേശത്തു നിന്നുള്ള ജ്ഞാനികൾ കർത്താവിനെ സമീപിക്കുന്നതാണ് നമ്മൾ ശ്രവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ എപ്പോഴും യഹൂദർ കർത്താവിനെ സ്വീകരിക്കാതിരിക്കുമ്പോൾ വിജാതിയർ കർത്താവിനെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. യഹൂദർക്കും വിജാതിയർക്കും ലോകം മുഴുവനും കർത്താവ് രക്ഷകനാണ്. ആകാശത്തിനും ഭൂമിക്കും അവിടുന്ന് രക്ഷകനാണ്. പ്രപഞ്ചം മുഴുവനും കർത്താവ് രക്ഷകനാണ്. എല്ലാ സർവ്വ സൃഷ്ടികളുടെയും രക്ഷകനാണ്. അതുകൊണ്ടാണ് നക്ഷത്രം സൂചിപ്പിക്കുന്നത് ഒരു കോസ്മിക് റിയാലിറ്റി, പ്രപഞ്ചോന്മുഖമായൊരു യാഥാർത്ഥ്യം. അതെല്ലാം ഇവിടെ സാർത്ഥകമാവുകയാണ്. ഹെറോദസിൻ്റെ കാലത്ത് ദീർഘകാലം ഇസ്രായേലിനെ ഭരിച്ചിരുന്ന റോമൻ ചക്രവർത്തിമാരുടെ ഒരു ആശ്രിതനായിരുന്ന ഹെറോദേസ്, അദ്ദേഹത്തെ യൂതന്മാരുടെ രാജാവായി റോമൻ ചക്രവർത്തിമാർ അവരോധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ആണ് യൂദയായിലെ ബേത്ലഹേമിൽ ഈശോ ജനിച്ചെന്നറിഞ്ഞപ്പോൾ പൗരസ്ത്യദേശത്തു നിന്നുള്ള ജ്ഞാനികൾ ജെറുസലേമിലെത്തുന്നത്. ഇപ്പോൾ ജെറുസലേമിലേക്ക് വരുന്ന ഈ ആളുകളെ ജ്ഞാനികൾ, മാഗീസ്, മഗോശ സുറിയാനിയിൽ ഇവർ ജ്ഞാനികളായ മനുഷ്യരായിരുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകമായ മജീഷ്യൻസ് എന്ന അർത്ഥത്തിലും ഉപയോഗിച്ചിരുന്നു. എന്നാൽ അതിലുപരിയായി ഇവർ പൂജ രാജാക്കന്മാരെന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിന് കാരണം 2 പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. ഐഎസ്ഐയുടെ ദർശനം 60-ാം അധ്യായം 6-ാം വാക്യത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും ഷേബായിൽ നിന്ന് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. സങ്കീർത്തനം 72:1 മുതൽ ഉള്ള ആ വലിയ പ്രവചനം പോലെ കാണിക്കുന്ന ഭാഗത്ത് ഷേബായിൽ നിന്നും സോളമൻ്റെ പിൻഗാമിക്ക് സ്വർണം കൊണ്ടുവരുന്നു. രാജാക്കന്മാർ അവിടുത്തെ കുമ്പിട്ട് വണങ്ങുന്നു. 72 സങ്കീർത്തനം 72:10 ഷേബായിലെയും സേബായിലെയും രാജാക്കന്മാർ കുമ്പിട്ട് വണങ്ങുന്നു. അങ്ങനെയാണ് പൂജ രാജാക്കന്മാരെന്നുള്ള ആ വാക്ക് ഉണ്ടാകുവാൻ തുടങ്ങിയത്. കർത്താവിനെ അന്വേഷിച്ച് വന്ന ഈ ആളുകൾ പേർഷ്യയിൽ നിന്നുള്ളവരായിരുന്നുവെന്ന് ചില സഭാപിതാക്കന്മാർ, അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലെമൻ്റ്, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം, ജെറുസലേമിലെ വിശുദ്ധ സിറിൽ, മഹാനായ ലയോ പാപ്പ ഒക്കെ പറയുന്നു. അതേസമയം ബാബിലോണിൽ നിന്നുള്ള ആളായിരുന്നു എന്ന് പറയുന്നുണ്ട് വിശുദ്ധ ജെറോം, അഗസ്റ്റിൻ, അതുപോലെ തന്നെ ലാറ്റിൻ മധ്യകാല എഴുത്തുകാരൊക്കെ. എന്നാൽ അതേസമയം ഇവർ വന്നിരിക്കുന്നത് അറേബ്യയിൽ നിന്നാണ് എന്നുള്ള സൂചനയാണ് വിശുദ്ധ ജസ്റ്റിൻ, റോമിൽ നിന്നുള്ള രക്തസാക്ഷിയായ ജസ്റ്റിൻ, തെർത്തുല്യൻ, സിപ്രിയാൻ, എപ്പിഫാനീസ് ഒക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ യെശയ്യായുടെ 60-ാം അധ്യായവും അതുപോലെ തന്നെ സങ്കീർത്തനം 72 ഒക്കെ രാജാക്കന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് സ്വർണം കാഴ്ചവെക്കുകയും അവിടുത്തെ വണങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ കർത്താവിനെ കാണുവാൻ വന്ന ഇവർ ഏതൊക്കെയായാലും വിജാതീയ ലോകത്തിൻ്റെ പ്രതിനിധികളാണ്. പ്രത്യേകിച്ച് പേർഷ്യൻ രാജാവിൻ്റെ പേർഷ്യക്കാരുടെ പ്രതിനിധിയായിട്ട് സ്വരാഷ്ട്രീയൻ മതവിശ്വാസികളായിരുന്നുവെന്ന് കരുതുന്നുണ്ട്. പേർഷ്യൻ രാജാവായ സൈറസ് ആണല്ലോ ഇസ്രായേലിന് പുതിയ വിമോചനം നൽകുകയും അവർക്ക് ദേവാലയം പണിയുവാനുള്ള അവസരം നൽകുകയും ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നുള്ള ആ പ്രദേശത്തു നിന്നുള്ള ആളുകൾ വന്ന് കർത്താവിനെ അന്വേഷിക്കുന്നു. അത് കർത്താവിനെ അംഗീകരിക്കുന്ന, ലോകം മുഴുവനും കർത്താവിനെ അംഗീകരിക്കുന്നു, ലോകം മുഴുവൻ കർത്താവിനെ തേടുന്നു എന്നത് സൂചിപ്പിക്കുകയാണ്. അവർ വന്ന് ആദ്യം ചെല്ലുന്നത് രാജകൊട്ടാരത്തിലാണ്. രാജാക്കന്മാർ ജനിക്കുന്നത് എവിടെയാണ്?
അതുകൊണ്ടാണ് രാജകൊട്ടാരത്തിൽ ചെന്ന് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ടു. അപ്പോൾ യാക്കോബിൻ്റെ നക്ഷത്രം ഉദിക്കും. അവൻ ജെറുസലേമിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഒരു ചെങ്കോൽ ഉയരും. സംഖ്യയുടെ പുസ്തകം 24 അധ്യായം 17 ബലാമിൻ്റെ പ്രവചനം. ഇതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ് കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് ഞങ്ങൾ ആരാധിക്കാൻ വന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഹെരോദേസ് അസ്വസ്ഥനായി, പേടിച്ചരണ്ട് വിറച്ചു എന്നാണ്. ഇളകി വശായി എന്ന വാക്കാണ് മാണിക്കത്തിനാർ ഉപയോഗിക്കുന്നത്. എത്തസി എന്ന് പറയുമ്പോൾ ഞെട്ടി വിറച്ചു എന്നാണ്. ഈശോയുടെ ജെറുസലേം പ്രവേശത്തിൽ 21 അധ്യായം 10 മുതൽ ജെറുസലേം നഗരം മുഴുവനും ഇളകി വശായി ഞെട്ടി വിറയ്ക്കുകയാണ്. കാരണം ഈ രാജാവ് വാസ്തവത്തിൽ റോമൻ രാജാവിൻ്റെ ഒരു പാവരാജാവാണ് ഹെറോദേസ്. യഥാർത്ഥ രാജാവ് വന്നിരിക്കുന്നത് കേട്ടപ്പോൾ ഹെറോദോസ് ഞെട്ടി വിറയ്ക്കുക. അവനോടൊപ്പം ജെറുസലേം മുഴുവനും ഞെട്ടി വിറയ്ക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആഗമനം ഒരു വലിയ ഞെട്ടലുണ്ടാക്കുകയാണ്, ഭീതി ഉളവാക്കുകയാണ് യഥാർത്ഥ രാജാവിൻ്റെ ആഗമനം. ഉടനെ തന്നെ പ്രധാന പുരോഹിതന്മാരെയും നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ഈശോ എവിടെയാണ് മിശിഹ ജനിക്കുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ മിഖ പ്രവാചകൻ്റെ പുസ്തകം 5:2, 2 സാമുവേൽ 5:2 ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട്, യൂദയായിലെ ബേത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കുവാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ ഈ വാക്ക് കേട്ടപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ഭയം ഇരട്ടിയായി. അതുകൊണ്ട് സൂത്രശാലിയായ കൗശലക്കാരനായ ഈ രാജാവ് ജ്ഞാനികളെ രഹസ്യമായി വിളിപ്പിച്ച് നക്ഷത്രം എപ്പോഴാണ് നിങ്ങൾ കണ്ടത് എന്ന് അന്വേഷിച്ച് അറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്നവനെ ആരാധിക്കേണ്ടതിന് എന്നെ അറിയിക്കുക. അപ്പോൾ 2-3 പ്രാവശ്യം ഇവിടെ ഉപയോഗിക്കുന്നൊരു വാക്കാണ് പ്രോസ്കിമെനേസിസ്. ഗ്രീക്കിൽ, സുറിയാനിൽ സകേതെന്ന് പറയും, ആരാധിക്കുക. കർത്താവ് ആരാധ്യനായ ഒരു രാജാവ്, വെറും ഒരു രാജാവല്ല, ആരാധിക്കേണ്ട രാജാവാണ്, പ്രപഞ്ച രാജാവാണെന്നുള്ള സൂചനയാണ്. ആ വിജാത രാജാവിൻ്റെ അതരങ്ങളിൽ കൂടെയും അത് വരികയാണ്. ഞാൻ ആരാധിക്കേണ്ടത് എന്നെയും അറിയിക്കുക. രാജാവ് പറഞ്ഞ് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ നക്ഷത്രം ഒരു വഴികാട്ടിയായിരുന്നു. ഈശോ ജനിച്ചപ്പോൾ സകല നക്ഷത്രങ്ങളും കർത്താവിനെ വഴികാട്ടുന്നു. ഇനി പ്രപഞ്ചം തന്നെ കൈ ചൂണ്ടുകയാണ് ഈശോയിലേക്കെന്നാണ് ഗ്രിഗറി നസ്യാസൻ പറയുന്നത്. ഇനി മറ്റൊരു നക്ഷത്രത്തിൻ്റെ ആവശ്യമില്ല, യഥാർത്ഥ രക്ഷകൻ പിറന്നിരിക്കുന്നു. അങ്ങനെ പ്രപഞ്ചം മുഴുവനും കർത്താവിലേക്ക് വിരൽ ചൂണ്ടുന്നു. ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നവർ നിന്നു. 10 വാക്യം, നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അപ്പോൾ ഈ നക്ഷത്രം ഒരു പ്രതീക്ഷയുടെ ശുഭനക്ഷത്രമാണ്, പ്രത്യാശയുടെ നക്ഷത്രം ആകാശത്തെളിയുകയാണ്. ഈശോയെ കാണുന്നതിൻ്റെ ഒരുക്കമാണ് ഒരു നക്ഷത്രം കാണുന്നത്. ക്രിസ്മസിന് നക്ഷത്രം തെളിക്കുന്നതൊക്കെ ഇതിൻ്റെ അടയാളമാണ്. യഥാർത്ഥത്തിലുള്ള പ്രകാശം, യഥാർത്ഥ സന്തോഷം അത് ലഭിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ആ സ്വർഗം പുഞ്ചിരിക്കുന്നു ഈ ശിശുവിനെ നോക്കി. അതിൻ്റെ സൂചനയാണ് ഈ നക്ഷത്രം. അവരെന്ത് ചെയ്യുന്നു? അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോട് കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്യുന്നു. മുമ്പ് പറഞ്ഞ അതേ വാക്ക് തന്നെയാണ്, കുമ്പിട്ട് ആരാധിക്കുക. പ്രോക്സിനോസിസ് എന്ന് പറഞ്ഞാൽ കുമ്പിട്ട് ആരാധിക്കുക, കർത്താവിനെ ആരാധിക്കുക, ദൈവമായിട്ട് അവരെ ആരാധിക്കുക. കുമ്പിടുന്നത് കൊണ്ടാണ് കർത്താവിനെ ആരാധിക്കുക. പിന്നീട് അവർ ചെയ്യുന്നത് നിക്ഷേപ പാത്രങ്ങൾ തുറക്കുന്നു. കർത്താവിനെ കണ്ട് അവരുടെ നിക്ഷേപ പാത്രങ്ങൾ അവർ കരവാൻ ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അവരുടെ കൂടെ അംഗരക്ഷകർ കാണും, അവരുടെ കൂടെ മറ്റ് വലിയ സന്നാഹങ്ങളൊക്കെ കാണും. അങ്ങനെയാണ് അവർ വന്ന് നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഈ 3 കാഴ്ചകൾ പ്രത്യേകിച്ച് പൗരസ്ദേശത്തു നിന്നുള്ള കാഴ്ചകളാണ്. കുന്തിരിക്കവും മീറയും. പൊന്ന് കൊടുക്കുന്നത് കർത്താവ് രാജാവാണ്, കർത്താവിൻ്റെ രാജ്യത്വത്തിൻ്റെ പ്രതീകമായിട്ട് പൊന്ന്. കുന്തിരിക്കം അവിടുത്തെ പൗരോഹിത്യത്തിൻ്റെ പ്രതീകമായിട്ട് കുന്തിരിക്കം. മീറ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ പ്രതീകമായിട്ട് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ വിശിഷ്ടമായ കാഴ്ചകൾ ഒക്കെ സമർപ്പിക്കുകയാണ്. അതിനുശേഷം കർത്താവിനെ കാണുമ്പോൾ ആ സന്തോഷം നിറഞ്ഞ ഹൃദയത്തോടുകൂടി കർത്താവിനെ കാഴ്ചയർപ്പിക്കുന്നു. വെറും കൈയോടെ കർത്താവിനെ കാഴ്ചയർപ്പിക്കരുത്. ഈ രാജാക്കന്മാർ അവർക്കുള്ള ഏറ്റവും വിലപിടിപ്പുള്ള അമൂല്യമായ കാര്യങ്ങൾ സമർപ്പിച്ചു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെയും അമൂല്യമായ കാര്യങ്ങൾ, അമൂല്യമായവ കർത്താവിന് സമർപ്പിക്കണം. ചിലപ്പോൾ സമർപ്പിക്കാൻ ഒന്നുമില്ലായിരിക്കും. ജീവിതത്തിൻ്റെ കയ്പുകളും ദുഃഖങ്ങളും വിഷമതകളും പരാധീനതകളുമൊക്കെ ആവാം. അതും കർത്താവിന് സമർപ്പിക്കുമ്പോൾ
അതിനെ അവിടുന്ന് പൊന്നാക്കി മാറ്റും. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ സ്വയം സമർപ്പിക്കുന്ന ഈ മഹത്തായ ഈ രാജാക്കന്മാരുടെ പ്രവൃത്തി നമ്മളുടെയും ജീവിതത്തിന് വലിയ ഒരു മാതൃകയാണ്. ഈ 3 രാജാക്കന്മാരുടെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ ഒന്നാമത്തെ വായനയിൽ നിന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ അബ്രാഹത്തെ സന്ദർശിക്കുന്ന 3 ദൂതന്മാർ, ആ 3 പേരെ കർത്താവിൻ്റെ പ്രതിനിധികളെ പോലെ കണ്ട് അദ്ദേഹത്തെ അവരെ പരിചരിക്കുന്ന അബ്രാഹത്തെ നമ്മൾ കാണുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവിൻ്റെ ജനനം സന്തോഷം നിറഞ്ഞൊരു ജനനമാണ്. ബെത്ലഹേമിലെ കർത്താവിൻ്റെ ജനനം അതാണ് ഇന്നത് 2-ാമത്തെ വായനയിൽ ഏശയ്യായുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ ജസ്സയുടെ കുറ്റിയിൽ നിന്നും, ഈ ജസ്സ ദാവീദിൻ്റെ പിതാവാണ്. കുറ്റി എന്ന് പറഞ്ഞാൽ നസ്രത്ത് എന്നുള്ള വാക്ക് അതിൽ നിന്നാണ്. ഒരു മുള കിളിർത്ത് വരും, അതാണ് ഈ മുള നസ്രസ്. അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ശാഖ. കർത്താവ് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളുന്നു. അങ്ങനെ കർത്താവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനവും അതോടൊപ്പം തന്നെ സപ്തദാനങ്ങളും അരൂപിയുടെ സപ്തദാനങ്ങളും ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം ദരിദ്രനെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിൽ എളിയവരോട് കാരുണ്യപൂർവ്വം വർദ്ധിക്കും. ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. ഏശയ്യാ 11:6. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് വസിക്കും. പുള്ളിപ്പുലി കോഡ്ലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. അങ്ങനെ വൈരുദ്ധ്യങ്ങൾ ഒന്നു ചേരുന്ന സ്നേഹത്തിൻ്റെ ഒരു രാജാവ്. മുറുകൊടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. അങ്ങനെ എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രജലം കൊണ്ടെന്നപോലെ ഭൂമി കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയും. അപ്പം ജ്ഞാനവും വിവേകവും നന്മയും വിശുദ്ധിയും സർവോപരി സ്നേഹവും ശത്രുത വെടിഞ്ഞുള്ള ഐക്യവും പുലരുന്ന ഒരു രാജാവ് വരുന്ന ദർശനമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് യേശയ്യായുടെ പ്രവചനത്തിൽ. അതെല്ലാം പൂർത്തിയാകുന്ന ഈ സന്ദർഭം അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ 3 രാജാക്കന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ കാഴ്ചകൾ സമർപ്പിക്കുന്നത്. ഈ 3 രാജാക്കന്മാരെ കുറിച്ച് സഭയുടെ പാരമ്പര്യങ്ങളിൽ പറയുന്നത് ഇവർ സൊറാസ്ട്രിയൻ പ്രദേശത്തു നിന്നുള്ളവരായിരുന്നെന്നും പിന്നീട് ഈശോയുടെ ശിഷ്യനായ തോമാസ് ശ്ലീഹ പേർഷ്യയിൽ എത്തുകയും ഇവരെ കാണുകയും അവരെ മാമോദീസ സ്വീകരിക്കുകയും അവരെ വൈദികരായും പിന്നീട് മെത്രാന്മാരെ അവരോധിക്കുകയും ചെയ്തു എന്നുള്ള പാരമ്പര്യമുണ്ട്. ഹെലന രാജ്ഞി ജെറുസലേമിൽ എത്തുമ്പോൾ ഇവരെ അടക്കിയിരുന്ന സ്ഥലം കണ്ടുപിടിക്കുകയും ഇവരുടെ തിരുശേഷിപ്പുകളെടുത്ത് ജെറുസലേമിൽ സൂക്ഷിക്കുകയും പിന്നീട് അത് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് കൊണ്ടുപോവുകയും അതിനുശേഷം കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും അത് മിലാനിലേക്കും ഒടുവിൽ റോമ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായ ബർബറോസയുടെ സമയത്ത് ഫെഡറിക് ബർബറോസ 1164 അത് കൊളോൺ കത്തീഡ്രലിലേക്ക് ത്രൈക്കോണിക് ഷ്രൈൻ എന്ന പള്ളിയിലേക്ക്, അതായത് കൊളോണിലെ വലിയ ബ്രഹ്മാണ്ഡമായ ദേവാലയത്തിലേക്ക് കൊണ്ട് സമർപ്പിക്കുകയും അവിടെ കാഴ്ചയായിട്ട് വെക്കുകയും ചെയ്തു. ഇന്ന് വെസ്റ്റേൺ പാശ്ചാത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു നിക്ഷേപ ആലയം അതാണ്, റിലിക്വറി. അപ്പം അങ്ങനെ ഈ പൂജരാജാക്കന്മാർ ഇന്നും അവരുടെ ഒരു സാന്നിധ്യം ഇന്നും ലോകത്തിൽ തുടരുകയാണ്. കർത്താവിനെ ആരാധിച്ച ആ വലിയ മാതൃക അതൊരു ചരിത്ര സംഭവമായിട്ട് കർത്താവ് സമർപ്പിച്ച കാഴ്ചവസ്തുക്കളും ഇതുപോലെ തന്നെ പരിശുദ്ധമറിയത്തിനും കൊടുത്തിരുന്ന യോസേപ്പിതാവിനും സമർപ്പിച്ചു. അവരാണത് ഉപയോഗിച്ചിരുന്നത്. കർത്താവിന് സമർപ്പിച്ച ഈ കാഴ്ചവസ്തുക്കൾ ഈജിപ്തിലേക്കുള്ള യാത്രയിൽ ഈ 28 സ്വർണ്ണനാണയങ്ങളുണ്ടായിരുന്നാണ് ഒരു പാരമ്പര്യം. അതിൽ ചിലതൊക്കെ ചിലവാക്കി അതിനുശേഷമുള്ളവ യഹൂദ കുടുംബങ്ങളിൽ മാതാവിൻ്റെ കരങ്ങളിൽ അതോടൊപ്പമുള്ള വനിതകൾ സൂക്ഷിച്ചിരുന്നുവെന്നും പിന്നീട് അത് ജെറുസലേമിൽ നിന്നും കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് വീണ്ടും 1470 മുറാദ് എന്ന സുൽത്താൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ക്രൈസ്തവ വിശ്വാസിയായിരുന്നു, മാറ എന്നുള്ള ഒരു വിശ്വാസിയായിരുന്നു. ആ വനിത അത് മൗണ്ട് ആഥോസിന് സമർപ്പിക്കുകയും ചെയ്തു എന്നാണ് ഒരു പാരമ്പര്യം. ഇന്ന് മൗണ്ട് ആഥോസിൽ ഈ കർത്താവിന് സമർപ്പിച്ച പ്രത്യേകിച്ച് കുന്തിരിക്കവും മീറയും അവിടെ സൂക്ഷിച്ചിരിക്കുന്നു. അതിന് പ്രത്യേകമായ സുഗന്ധം ഇന്നും പ്രസരിക്കുന്നു. പൗരസ്ത്യ സഭകളുടെ ദേവാലയങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന ധൂപത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് സ്വർണ്ണ നിറത്തിലുള്ള ധൂപമാണ്. പ്രത്യേകിച്ച് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളിൽ, പൗരസ്ത്യ സഭകളിൽ ആ സ്വർണ്ണ നിറത്തിലുള്ള ധൂപം കർത്താവിന് സമർപ്പിച്ച സ്വർണത്തിൻ്റെ പ്രതീകമാണ്. അതിനകത്താണ് ധൂപം. അതിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്ത് മീറായും കൂടെ ചേർക്കുമെന്നാണ് പറയുന്നത്.
അപ്പോൾ ഓരോ ആരാധനയിലും വാസ്തവത്തിൽ ധൂപാർപ്പണം കർത്താവിനുള്ള ആരാധനയായിട്ടാണ് പൗരസ്ത്യ സഭകൾ കാണുന്നത്. അങ്ങനെ ജീവിക്കുന്നവനായ കർത്താവിനെ ആരാധിക്കുകയും അവിടുത്തെ അടയാളങ്ങൾ കണ്ട് ആനന്ദിക്കുകയും ആ കർത്താവിൻ്റെ ആനന്ദത്തെ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ സന്ദേശം. ഇന്നത്തെ റോമാക്കരുടെ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ ദൈവമഹത്വത്തിനായി, ഈശോയുടെ മഹത്വത്തിനായി ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ, വിജാതിയരെ സ്തുതിക്കുവിൻ, സകല ജനതകളും അവിടുത്തെ പ്രകീർത്തിക്കട്ടെ. 15 റോമ 15:11. അങ്ങനെ കർത്താവിനെ സ്തുതിക്കുക. ജസ്സയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും, വിജാതിരെ ഭരിക്കുവാനുള്ളവന് ഉദയം ചെയ്യും, വിജാതികൾ അവനിൽ പ്രത്യാശ വയ്ക്കുമെന്ന് യേശയ്യാ പറഞ്ഞ ആ വാക്കുകൾ ഏറ്റുപറയുകയാണ്. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കട്ടെ. അങ്ങനെ ഈശോയെ കണ്ടുമുട്ടി അവിടുത്തെ ആരാധിച്ച് അവിടുത്തേക്ക് നമുക്കുള്ളത് സമർപ്പിക്കുമ്പോൾ അവിടെ നൽകുന്ന ദിവ്യമായ ആനന്ദവും സമാധാനവും പ്രത്യാശയും നമ്മളിൽ സമൃദ്ധമായി വളരട്ടെ എന്നുള്ള പൗലോസ്ലീഹയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ പിറവിയുടെ 1-ാം ഞായറാഴ്ച ആചരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.